ഫ്രീ വണ്ടി വന്നേ. ഓ പീടി കറക്റ്റ് ബാക്കപ്പ് ഒക്കെ വന്നു. എടാ ആമിനേഷന്റെ മണ്ടയില് കറക്റ്റ് ഇപ്പൊ എന്താണ് നാച്ചുറൽ അല്ലേ ഗൈസ്, നാച്ചുറൽ അല്ലേ? ഹലോ കേൾക്കുന്നുണ്ടോ സാർ? ഇല്ലെങ്കിൽ ഇപ്പൊ എന്തിനു ചെയ്യും? ഹലോ ഇല്ലെങ്കിൽ നീ എന്തിനു ചെയ്യുമെന്ന്? സാറേ വെഹിക്കിളിനെ പിറ്റ് ചെയ്യുന്ന പറഞ്ഞത് സാർ. അൺവാണ്ടഡ് ആയിട്ട് ഒരു സിറ്റിസൺ വെഹിക്കിളിനെ പിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പിറ്റ് ചെയ്യുന്നു പറഞ്ഞത്. അയ്യോ അയ്യോ ഓക്കെ ഓക്കെ ഓക്കെ. ഡിസ്കോഡ് ഇരിക്കാന്ന് ആർക്കും തോന്നൂലല്ലേ? എടാ ഞാനേ ഒരു സിറ്റിസൺ വണ്ടീനെ ഒരു തവണ പിറ്റ് ചെയ്തല്ലോ. അപ്പൊ അവള് വന്നിട്ട് പറയുവാണേ സിറ്റിസൺ വണ്ടീനെ പിറ്റ് ചെയ്യല്ലേ, അൺവാണ്ടഡ് ആയിട്ട് പിറ്റ് ചെയ്യല്ലേ എന്ന്. എടി ഇവിടെ എങ്ങനെ അറിഞ്ഞെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല അളിയാ. എടാ നമ്മളെ എം ജിന്റെ അവിടെ തന്നെ ഉണ്ടാ. നാച്ചുറൽ അല്ലേ? ഞാനും അതാണ് വിട്ടതില്ലേ, ഞാൻ അടിച്ചാനളിയാ സത്യം പറയല്ല. എന്തൊക്കെ നിങ്ങളത് കണ്ട? ഞാൻ ഒരു ഫ്രീ വണ്ടി പോയിട്ട് ഒരു ഇടിയോ 2 ഇടി അടിച്ചിട്ടുള്ളൂ. അതെന്റെ പുറകെ ചേസ് ചെയ്ത് വന്നിട്ട് വണ്ടിയിൽ ഇടിക്കല്ലേ എന്ന്. അവൻ ഇടിച്ചിട്ട് പോയത് കണ്ടില്ല. അവൻ പീടി വണ്ടിയിലുണ്ടായപ്പോ ഇടിച്ചിട്ട് പോയത്. ഫസ്റ്റ് വന്നിട്ട് അവനെ ഇടിച്ചിട്ട് ഇതൊക്കെ കാണുമ്പോഴാണ് പൊട്ടി വന്നത്. എന്നിട്ട് കരയും, പീടി കരയും. നമ്മുടെ സൈഡാണ് എല്ലാ മിസ്റ്റേക്കും. പറ അണ്ണ ഞാൻ ഒരു കാര്യം പറയട്ടാ അണ്ണ, എനിക്ക് ഈ പീടീനെ അടിക്കണം അണ്ണ. അണ്ണ ഒരു വണ്ടി വന്നിട്ട് ഇടിച്ചിട്ട് പോയി. അതാ ഞാൻ പറഞ്ഞത്. വാടി കേറി ചന്ദ്ര. സുനിമോനെ വാ, കേറ് സുനിമോനെ വാ, സുനിമോനെ വാ. അവനെ കഴിയില്ല സംസാരിക്കണ്ട. സോറി ഞാൻ കഴിയില്ല സംസാരിക്കുന്നത്. വാ വാ വാ. സാറേ നിങ്ങളുടെ കൂട്ടത്തില് ലേഡി നമ്മുടെ കൂട്ടത്തിലെ ആൾക്കാരത്ത് വെറുതെ റോങ് ആയിട്ട് സംസാരിക്കുന്നു പറഞ്ഞു. ചന്ദ്ര അവളടിച്ചാതി ചന്ദ്ര. ഞാൻ തല്ല ചന്ദ്ര, അത് നോക്കിയാ മതി. അവള് വന്ന് ഇതാക്കണം. എടാ അവളടിച്ചോ, അവളെ മാത്രം അടിച്ചാൽ മതി, വേറെ ആരും അടിക്കും. സിയാമോൾക്ക് ഉണ്ടായി അവള് ഹലോ ഇത് ഈ സംഭവം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല സാറേ. ഞാൻ ഒരു കാര്യം പറഞ്ഞേ സാറേ. ഒരു വണ്ടി, ഒരു സിറ്റിസൺ വണ്ടി ഒരു തവണയില്ല 2-3 തവണ ആ മേഡത്തിന്റെ മുമ്പിൽ നിന്ന് എന്നെ പിറ്റ് ചെയ്തിട്ടത്. അപ്പൊ ഞാൻ തിരിച്ച് ഒരു ഇടിയെന്തോ അവന് കൊടുത്ത്. എന്നിട്ട് അവന്റെ ചേസ് പോയപ്പോ മേഡം ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് നേരെ വന്നിട്ട് എൻ്റെ അടുത്ത് സാറേ സിറ്റിസൺ വണ്ടീനെ വെറുതെ പിറ്റ് ചെയ്യല്ലേ.
അല്ല അപ്പൊ നിങ്ങൾക്ക് നമ്മള് ഫാമിലി ഗ്യാങ് അങ്ങനെ നിങ്ങൾക്ക് വേർതിരിവൊക്കെ ഉണ്ടാ? അല്ല വേർതിരിവിന്റെ അല്ല, പുള്ളിക്കാരി ആ ചിലപ്പോ അവര് നിങ്ങളെ പിറ്റേന്ന് കണ്ടു കാണത്തില്ല. അതെ സാറേ, നമ്മള് പിറ്റ് ചെയ്യുമ്പോ മാത്രം കാണുന്നത് അത് ഭയങ്കര വലിയ ഇതാ സാറേ. അല്ല അത് ഞങ്ങള് പിറ്റേന്നിട്ടാണ് നിങ്ങൾ പോയത്, എന്നിട്ടാണ് ഞങ്ങള് വിട്ടതാണ്. എന്നിട്ട് സാറേ ഞാൻ അവിടുന്ന് എന്റെ MGന്ന് മേഡം എന്റെ പുറകെ ചേസ് വന്ന് മറ്റേ ആമുനേഷൻ ഇല്ല സാറേ. ഞാൻ പറയട്ടാ ബ്രോയെ, ഞങ്ങള് ചേസ് ചെയ്തല്ല, ഞങ്ങള് തിരിച്ച് PD വന്നപ്പോഴാണ് നിങ്ങളുടെ വണ്ടി വന്ന് ഇടിച്ചു. ഇവിടെ അല്ല ഇവിടെ അല്ല അത് തന്നെ ഞാനും പറയുന്നത്. ഞങ്ങളാ MG സൈഡിൽ നിന്ന് ഞങ്ങള് പാട്രോളിങ് കഴിഞ്ഞിട്ട് MG തിരിച്ച് ഞങ്ങള് PD വരുമായിരുന്നു. ഓക്കെ, MGന്ന് വന്നപ്പോ എന്റെ പൊന്നു സ്വാമി സാറെ ഒന്ന് നെല്ലൊന്ന്. ഓക്കെ, അപ്പൊ ഞങ്ങള് തിരിച്ചു വരുമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ മാഡം ആയിരുന്നു വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളെ വണ്ടി ഫസ്റ്റ് ഇടിച്ചു. ഞങ്ങളെ വണ്ടി അവിടെ 2 കറക്കം കറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങള് നിങ്ങളെ നോക്കി, നിങ്ങൾ തിരിച്ചു വരുമോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടി. സാറ് പറയണ ഇതിലൊന്നും ബന്ധമില്ല സാറേ. ഞാൻ പറയണ എന്താന്നറിയാം സാറേ, MGന്റെ ഫ്രണ്ടില് വണ്ടി ഇരിക്കുവായിരുന്ന PD വണ്ടി നമ്മുടെ വണ്ടി MGന്റെ ഫ്രണ്ടില് നിങ്ങൾ അവിടെ നിന്ന് ലീവ് സാറേ ഞാൻ പറയട്ടാ, നിങ്ങൾ അമ്യൂണേഷൻ സൈഡിലോട്ട് പോയ വണ്ടിയാണോ ഇത്? അതെ സാറേ. മറ്റേ MGന്ന് ഇറങ്ങി അമ്യൂണേഷൻ സൈഡിലോട്ട് പോയ വണ്ടിയാണോ? അതെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ POവില് നിങ്ങളുടെ വണ്ടി ഞങ്ങളെ ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ല വെയിറ്റ്, അങ്ങനെയാണെങ്കിൽ മേഡം വന്നിട്ട് PD വണ്ടി ഇടിച്ചില്ല എന്നല്ലല്ലോ പറഞ്ഞത്, പിടിക്കണമെന്നില്ല അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. മേഡം ഒന്ന് മിണ്ടാണ്ടിരിക്കണം കേട്ടല്ല, മിണ്ടാണ്ടിരുന്നോളൂ. ഇവിടെ പറയുമല്ലോ, സംസാരിക്കുമല്ലോ. നിന്റെ അടുത്ത് അവിടെ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു, മനസ്സിലായോ? അടിയടാ പീഡീന അവളുടെ കോണ. ഞാൻ പറയട്ടോ, ഹലോ, മാത്രം പ്രശ്നം ഇവിടെ. നിന്നോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞാൽ നീ സംസാരിക്കണ്ടെന്ന് പറഞ്ഞാൽ നീ സംസാരിക്കണ്ട. അല്ല മേഡം, മേഡം മാത്രം ഞാൻ ഇൻവോൾവ് ആയ ഒരു സിറ്റുവേഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സംസാരിക്കണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ സംസാരിക്കണ്ടെന്ന് പറയേണ്ട ആവശ്യം അവിടെ ഇല്ല. എനിക്കിവിടെ പൊട്ടി വരുന്നുണ്ട് കേട്ടാ. അതുമില്ല, മനസ്സിലായ മേഡം? അതുകൊണ്ട് ഞാൻ സംസാരിക്കും. കേട്ടോ മേഡം, മനസ്സിലായ? മാഡത്തിന് തിരിച്ച് ഇങ്ങോട്ട് പറയാനുള്ള അതില്ല, മനസ്സിലായ? ബിൽഡിങ്ങിന്റെ മണ്ടല്ലേ, ഈ ബിൽഡിങ്ങിന്റെ മണ്ടല്ലേ, പുഷി പാർക്കോർ എടി പോടി വല്ല കിടക്ക് കേട്ടാ, കിടക്ക് നീ. പീടി പറയുന്നുണ്ട് ഏതൊരു തമിഴ മുണ്ടത്തി അവൻ വന്നിട്ട് പറയാണ് കുറച്ച് അതുകൊണ്ട് എല്ലാരും ഒന്ന് മേടിച്ചിട്ട് പോയത്. നമ്മുടെ അടി വാങ്ങിച്ച അവന് ഇപ്പോഴും ഓർമ്മയില്ലെന്ന് തോന്നുന്നു. അത് അവന് മനസ്സിൽ 5 മിനിറ്റ് മേടിച്ചിട്ട് പോയതാണ് രാവിലെ. ഇനി അടിച്ചടി സേഫ് സോണിൽ കയറാം. ഇവിടെ കേറും നോക്കല്ലേ, ഇവിടെ കേറും നോക്കല്ലേ. എന്നെ പിക്ക് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ കാണാം, ബാക്ക് സൈഡിലുണ്ട് ആൾക്കാര്. ഞാൻ പിങ്ങത്തെ സൈഡിലുണ്ട്. പുഷി WD അങ്ങോട്ട് WD. രായണ വെയിറ്റ് ചെയ്യ്, രായണ ഇവിടെ വെയിറ്റ് ചെയ്യുന്നേ. ചന്ദ്രനല്ലത് എവിടെ ഇല്ലല്ലോ, ഞാൻ ബാക്കില. ഞാൻ ഇവിടെ നോക്കാം. ഇതാണ് വലിയവനാണോ അവിടെ ഇങ്ങനെ ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്? ഇതിനുള്ളിൽ വരൂ സാർ. നമുക്ക് ബാക്ക് ഈ വഴി കാണാം.
അടിച്ചിട്ട് പുറത്തിറങ്ങി സേഫ്സോണിൽ നിന്ന് പുറത്തിറങ്ങി മറ്റേ മുകളിൽ നമ്മളെ കൊലത്താൻ വേണ്ടിയിരിക്കുന്നു. 2 പിടി കൂടി ഉണ്ടായിരുന്നില്ല. അണ്ണാ ആ സിയാന്ന് പറയണ അവളെ തൂക്ക അവളെ കോണ അവളെ വീണ്ടും അടി. ഇനി ഒരു പീടിയും കൂടെ അകത്തോട്ടെ. ചാറ്റിക്കോ സംസാരിക്കാൻ വിളിക്കുമ്പോഴും മര്യാദ അതെ തിരിച്ച് കണ്ണു ചൂണ്ടിയിട്ട് നമ്മളടുത്ത് ആൻസർ പറയുമ്പോ കൈപൊക്കാൻ വേണ്ടിട്ട് നമുക്കറിയാലോ. അപ്പൊ പറയുമ്പോ മാഡത്തിനോട് ഇത്ര പേര് ഇരിക്കുമ്പോ അതെ ഇത്ര റൂൾസ് അറിയുന്നുള്ള പോലീസിലെ മറ്റേ ആളല്ലേ, വലിയ ആളല്ലേ? എടി നീ മിണ്ടണ്ടെന്ന് പറയുമ്പോ നീ മിണ്ടണ്ട, മനസ്സിലായോ? നമ്മുടെ മുമ്പിൽ നീ സംസാരിക്കണ്ട. വെട്ടമടിക്കുന്ന ചത്ത് പുഴുക്കുന്ന നിനക്കൊക്കെ നാണമുണ്ടോ ഡി സി മോളെ? സിയല്ല ഈസല് മാറിപ്പോയിന്ന് പറഞ്ഞത്. ഹേസലിന്റെ പേര് ഹേസൽ. എടാ ഹേസലാ പേര് മാറിപ്പോയിന്ന് പറഞ്ഞത്. അവിടെ തന്നെ പറഞ്ഞു. അയ്യോ സോറി കേട്ടോ, അത് സി എം മോൾ അല്ലായിരുന്നല്ലേ? അത് മണ്ടേ ഹൈസൽ. കേട്ടാ ബാല എല്ലാവരും പറയണേ. മോളെ എത്ര വട്ടമാടാ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അടി കൊണ്ട് വിളിക്കുന്നത്? ഇങ്ങനെ ചോദിച്ചു വാങ്ങാൻ വേണ്ടി എന്നും വരല്ലേ? സത്യം എനിക്ക് തോന്നുന്നത് അത് നമ്മൾ സംസാരിക്കുമ്പോഴേ മണ്ടൊക്കെ ചിരിച്ചെന്തോ. അതെ അല്ല മനസ്സിലായി ചന്ദ്ര നമ്മളടിയൊന്ന് ഇതിന്റെ താഴെ പക്ഷെ ഇവിടെ മണ്ടേന്ന് അടിക്കണ്. മണ്ടേന്നാരടിക്കണം? ഞാനാ സ്റ്റെപ്പിലിട്ട് ചേച്ചി അടിച്ചിറക്കിയ താഴെ അടിച്ച് താഴെ ഇറക്കി. എടാ ആരോ വണ്ടി എടുത്തല്ല, ആരോ വണ്ടി എടുത്ത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇങ്ങോട്ട് വന്നല്ലേ ചൊറിഞ്ഞ് അല്ലേ? അണ്ണ ഞാനൊരു സംഭവം കാണിച്ചുതരാം കേട്ടോ. ഭയങ്കര നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ശരിയായൊരു നാച്ചുറൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ. അണ്ണാ ഞങ്ങൾ ആ സാറോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ചോണ്ടിരിക്കാൻ പറ്റി ഇവിടെ ഇടയ്ക്ക് ഒരു ഭയങ്കര അലപ്പായിട്ട് സാറ് പറഞ്ഞു കേട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് മാഡം പ്ലീസ് സാർ സംസാരിക്കും. അത് മറ്റേ വാമ്പേഴ്സ് ചെയ്ത ഷാഡോ, മറ്റേ വാമ്പേർ. ആ പൊങ്ങി മോളെ മോളൊന്ന് കൈ നോക്കിക്കേ. കയ്യൊന്ന് നോക്കിയേ മോളെ. ഞാൻ നേരത്തെ ലീവ് പറഞ്ഞു. മോളെ ഹലോ മതിയായ എവിടെയാണ്? ഇനി വരുവാടാ മറ്റേ ചേച്ചിനെ തൊട്ടെന്ന് പറഞ്ഞിട്ട് അനിയന്മാരി കൂടി കൊടുത്ത ഒരു തുകല്ലേ. ഇനി മേലെ കാണാൻ വന്നോണ്ടല്ലോ പെണ്ണുമ്പിള്ള കത്തിയെടുത്ത് പളയെ കെറ്റിക്കളെ. അയ്യോ അയ്യോ അത് കടിയാണല്ലോ. കഫ് ചെയ്തിരിക്കണ അണ്ണാ, കഫ്. കപ്പീതിലണ്ണ എന്റെ ഹെൽമെറ്റ് പോയല്ലോ അണ്ണാ. കപ്പീതിലണ്ണ എന്നെ കപ്പ് മാറ്റാം. അവിടെ ഒരു പീടിയൊക്കെ കപ്പ് മാറ്റാൻ പറ. സാറേ ഇവൻ അൺസേഫ് ചെയ്തു. മേഡം ഇത്രക്ക് ഇതാവല്ലേ മേഡം കേട്ടാ, ഇത്രക്ക് ഒന്നുകൂടെ കഫ് ചെയ്യാൻ വരുന്നോ മാഡം? കപ്പാണ് ഇപ്പഴും കപ്പാണ്. അടിക്കല്ലേ അടിക്കല്ലേ അടിക്കല്ലേ. അൺകപ്പ് ചെയ്തിട്ട് നിങ്ങള് സാവി മൊണ്ണയൊക്കെ അടികൊണ്ട് ഓടി. പിന്നെ ഇറങ്ങി കയറുക.
മറ്റേ എന്താണ് എടാ ആണടാ സസ്പെൻഡ് ആണ് ഇതാണ് എത്ര ദിവസത്തേക്ക് സസ്പെൻഡ് ആയിരിക്കുക. ഫുൾ ഓവർ ഇറണ് ഹെലി ഇരുന്നവൻ ഫുൾ ഓവർ ഇറണ് മൊണ്ണ ഇനി നീ ഫുൾ ഓവർ ഇട്ടതിനെ നിന്നെ അടിക്കും. മറ്റവൻ സ്വാമി മനസ്സിലായില്ലേ സ്വാമി ഓടിയിട്ട് ഓടി വണ്ടി അടിച്ചു കത്തിക്കുന്നു. ഇല്ല അവനെ അറിയാടാ അവൻ വന്നിട്ട് ഫുൾ ഓവർ ഇട്ടു. ഒരു ഓണയും കൂടി ഇട്ടതിന് നിന്നെ അടിക്കുന്ന അവൻ വന്നിട്ടിരിക്കണ്ട. പീഡിന്റെ മണ്ടേ കൊണ്ടേ കുത്തിച്ചേട്ടാ. അടിക്കട് എന്നാ ചന്ദ്ര അടിക്കട്. സ്വാമി കാണാൻ പറ്റത്തില്ല. ബാല കാണാൻ പറ്റത്തില്ല. ചത്തതാണ് എന്റെ എലി എടുത്തിട്ട് വന്നിട്ട് ഫുൾ ഓവർ ഇറങ്ങി. വണ്ടി ലോക്ക് ചെയ്തിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ആരുടെ വണ്ടിയാണ്? പോവാണേ എല്ലാരും പോവാണേ. ഒറ്റയ്ക്ക് ഇരിക്കല്ലേ ഇനി അവിടെ കണ്ണാപ്പി.